ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴ പെയ്താൽ നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ടെങ്കിൽ മഴ ശമനത്തെ തുടർന്ന് വെള്ളം ഒഴിഞ്ഞു പോവാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ഇടവിട്ട കനത്ത മഴയിലെ വെള്ളം ഒഴിഞ്ഞു പോകാതെ യാത്ര ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. മാലിന്യം നിറഞ്ഞ് ഓടകൾ അടഞ്ഞതാണ് വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കപ്പൽപ്പൊളി ശാലകൾ ഏറ്റവും വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കപ്പൽപ്പൊളി വിരുദ്ധ സമിതി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തി വിദേശ മൂലധന ശക്തികൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. TP വധക്കേസിലെ പ്രതികളെ ഒളിപ്പിച്ച പോലെയാണ് CPM ചേറോട് ബാങ്കിലെ അഴിമതിക്കാരായ ജീവനക്കാരെ സംരക്ഷിക്കുന്നതെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. വാർത്തകൾ വിശദമായി. കപ്പൽപ്പൊളി ശാലകൾ ഏറ്റവും വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കപ്പൽപ്പൊളി വിരുദ്ധ സമിതി. നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതിയുള്ള സിൽക്ക് പോലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇത്തരം അനീതിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. കപ്പൽ പൊളി എന്നത് കപ്പൽ നിർമ്മാണത്തെക്കാൾ അപകടകരവും ശ്രമകരവുമായ ഒന്നാണ്. കപ്പൽ പൊളിക്കുന്ന സമയത്ത് രോഗജന്യങ്ങളായ മാരക വിഷവസ്തുക്കളും രാസപദാർത്ഥങ്ങളും വിഷവാതകങ്ങളും പുറന്തള്ളപ്പെടുന്നു. കപ്പൽ പൊളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, മറിച്ച് ഇതിന്റെ സമീപ പ്രദേശങ്ങളിലെ മനുഷ്യർ, മറ്റു ജീവജാലങ്ങൾ, ജൈവപ്രകൃതി ഇവയെ ഒന്നാകെ നാശത്തിലേക്ക് നയിക്കുമെന്നും കപ്പൽ പൊളി വിരുദ്ധ സമിതി നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഒന്നാകെ വിനാശകരമായ കപ്പൽപ്പൊളി പ്രവൃത്തി നടത്തി ലാഭം കൊയ്യുവാനുള്ള കപ്പൽ മാഫിയകളുടെ ഗൂഢനീക്കങ്ങൾക്ക് സഖ്യശക്തികളായി വന്നിട്ടുള്ളത് രാഷ്ട്രീയ മാഫിയകളും സിൽക്ക് പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ്. അതുകൊണ്ടുതന്നെ കണ്ണൂർ ജില്ലയിലെ അഴീക്കലിൽ തുടങ്ങിയ കപ്പൽപ്പൊളിക്കെതിരായ സമരം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ സിൽക്ക് യൂണിറ്റിനോടനുബന്ധിച്ച് നടത്തുന്ന കപ്പൽപ്പൊളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കപ്പൽപ്പൊളി വിരുദ്ധ സമിതിയും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിസ്ഥിതി പൌരാവകാശ സ്ഥാപനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുവാനും തീരുമാനിച്ചു. ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ച് വിവിധ പൌരാവകാശ പ്രവർത്തകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനതല കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്നും കപ്പൽപ്പൊളി വിരുദ്ധ സമിതി നേതാക്കൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ കപ്പൽ പൊളിച്ചാൽ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കപ്പൽ പൊളിക്കുന്നത് ഒരു ബസ്സോ ലോറിയോ പൊളിക്കുന്ന പോലുള്ള പ്രവൃത്തിയല്ല. കപ്പൽ പൊളിക്കുമ്പോൾ അതിന്റെ അകത്ത് ധാരാളം രാസപദാർത്ഥങ്ങൾ പുറത്തു വരുന്നുണ്ട്. മഴ ശക്തമായില്ലെങ്കിലും ഇടവിട്ട് പെയ്യുന്ന മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഓടകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ടതാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും മലിനജലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കർക്കിടകം തകർത്തപ്പോൾ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഇടവിട്ട് ശക്തമായി പെയ്യുന്ന മഴയിലാണ് നഗരത്തിൽ കാൽനടയാത്ര പോലും അപ്രാപ്യമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പാവമണി റോഡ്, SK ടെമ്പിൾ റോഡ്, ജാഫർഖാൻ കോളനി, എരഞ്ഞിപ്പാലം CDA കോളനി, മാക്കോലത്ത് ലൈൻ, കല്ലുത്താൻ കടവ്, നടക്കാവ്, പൂന്താനം, തളി റോഡ്, പാളയം ബസ് സ്റ്റാൻഡ്, മാവൂറോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട വെള്ളക്കെട്ടായിരുന്നു. ഓടകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ടതാണ് വെള്ളക്കെട്ട് രൂക്ഷമാവുവാൻ കാരണം. ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും 4 ചക്രവാഹനങ്ങളും വെള്ളത്തിൽ കുടുങ്ങി. സാധാരണ മഴ നിലച്ചാൽ വെള്ളം പെട്ടെന്ന് ഒഴുകി പോവാറുണ്ട്. എന്നാൽ 2 ദിവസമായി സ്ഥിതി വ്യത്യസ്തമാണ്. പാവമണി റോഡിലും രാമോഹൻ റോഡിലും രാജാജി റോഡിലും വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിനെ തുടർന്ന് നഗരത്തിൽ ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു. TP വധക്കേസിലെ പ്രതികളെ ഒളിപ്പിച്ച പോലെയാണ് CPM ചേറോട് ബാങ്കിലെ അഴിമതിക്കാരായ ജീവനക്കാരെ സംരക്ഷിക്കുന്നതെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. അഴിമതി നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വടകര AR ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വടകര ചേറോട് ബാങ്കിൽ അഴിമതി നടത്തിയ കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ രജിസ്ട്രാർ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം RMP സംസ്ഥാന സെക്രട്ടറി N. വേണു ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ജീവനക്കാരെ CPM ഒളിപ്പിച്ചിരിക്കുകയാണ്. അഴിമതിക്കാരായ ഇവരെ പുറത്തെത്തിക്കണം. ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് പകരം രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് മാന്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത കൊലയാളികളെ ഒളിപ്പിച്ച് തഴക്കവും പഴക്കവും ചെന്ന നേതൃത്വമാണ് ഒഞ്ചിയത്തെയും അതുപോലെ തലശ്ശേരിയിലൊക്കെയുള്ള നേതൃത്വം. അതുപോലെ തന്നെ ഈ ബാങ്കിലെ ജീവനക്കാരെയും CPM ഒളിപ്പിച്ചിരിക്കുകയാണ്. CPMന് മാന്യതയുണ്ടെങ്കിൽ ഈ ഒളിപ്പിച്ച കള്ളന്മാരെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എത്ര കാലം നിങ്ങൾ ഒളിപ്പിക്കും? എന്നിട്ട് ഉറപ്പില്ലാതെ CPMന്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ പ്രസംഗം നടത്തുകയാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ ഇത് നേരിടുമെന്ന്. KP പ്രകാശൻ, E. രാധാകൃഷ്ണൻ, NP ഭാസ്കരൻ എന്നിവർ മാർച്ചിനും പ്രതിഷേധ പരിപാടികൾക്കും നേതൃത്വം നൽകി. രാജി സന്നദ്ധത അറിയിച്ച് കാലിക്കറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൾ സലാം. തന്നെ കൊണ്ടുവന്ന പാർട്ടിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ആവശ്യപ്പെട്ടാൽ രാജിവെച്ച് പുറത്തുപോകാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ രാഷ്ട്രീയ നിയമനം സർവകലാശാലയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതു വലതു വ്യത്യാസമില്ലാതെ അംഗങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞതോടെയാണ് വൈസ് ചാൻസലർ രാജിസന്നദ്ധത അറിയിച്ചത്. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെ വൈസ് ചാൻസലറെ കോൺഫറൻസ് ഹാളിൽ പൂട്ടിയിട്ടിരുന്നു. ഇതോടെയാണ് VC നിലപാടിൽ അയവ് വരുത്തിയത്. അതേസമയം മുസ്ലിം ലീഗും വിദ്യാഭ്യാസ മന്ത്രിയും പറയാതെ മറ്റു സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങി രാജിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ രാഷ്ട്രീയം സർവകലാശാല ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. രാഷ്ട്രീയ നിറമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇല്ലാത്തതാണ് കേന്ദ്ര സർവകലാശാലകളുടെ നിലവാരം ഉയരാനുള്ള കാരണം. തനിക്ക് TP ചന്ദ്രശേഖരന്റെ ഗതിയായിരിക്കുമെന്ന ഭീഷണിയുണ്ട്. ചാവേറായി ഗുണ്ടകളെയും സ്ത്രീകളെയും അയക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഭീഷണി ആഭ്യന്തര സെക്രട്ടറിയെ അറിയിച്ചിട്ടും ഒരു ആയുധധാരിയായ അംഗരക്ഷകനെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതേസമയം വൈസ് ചാൻസലറുടെ രാജിക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മുസ്ലിം ലീഗോ ഇതുവരെ നിലപാടുകളെടുത്തിട്ടില്ല. നിഖിലീശ്വർ, മലപ്പുറം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ ട്രസ്റ്റ് പുരസ്കാരത്തിന് ആറ്റക്കോയ പള്ളിക്കണ്ടി അർഹനായി. ആഗസ്റ്റ് 20 മുംബൈയിൽ നടക്കുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ K. അനിലൻ അറിയിച്ചു. മറുനാടൻ വിദേശ മലയാളികൾക്ക് വേണ്ടി സേവനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നടത്തിവരുന്നവർക്ക് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ ട്രസ്റ്റ് നൽകിവരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ പുരസ്കാരത്തിന് പ്രമുഖ പ്രവാസി സേവന പ്രവർത്തകനും സാഹിത്യകാരനുമായ ആറ്റക്കോയ പള്ളിക്കണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. 25,000 രൂപയും സുവർണശില്പവും പ്രശംസാപത്രവുമാണ് പുരസ്കാരം. നിരവധി പ്രവാസി സംഘടനകളുടെ സാരഥിയും പ്രവാസികളുമായി ബന്ധപ്പെട്ട 10ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ് ആറ്റക്കോയ. ഓഗസ്റ്റ് 20 മുംബൈയിൽ നടക്കുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് അവാർഡ് സമ്മാനിക്കുമെന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ K. അനിലാൽ അറിയിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്.
കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ITകൾ അടച്ചുപൂട്ടാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 12 ജില്ലകളിലായി പ്രവർത്തിക്കുന്ന 44 ITഐകൾ ജനറൽ ITഐകളിൽ പ്രവേശനം ലഭിക്കാത്ത സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന വേഗതയിലും കാര്യക്ഷമതയിലും ITഐകളെ ആധുനികവൽക്കരിക്കുന്നതിൽ ഇപ്പോഴും അനാസ്ഥ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ 3 ITഐകളിൽ ഈ വരുന്ന ആഗസ്റ്റിൽ ആരംഭിക്കേണ്ട ബാച്ചുകളിലേക്ക് പ്രവേശനം നടത്താതെ അവ അടച്ചുപൂട്ടുക എന്ന ഗുരുതര സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈയൊരു സാഹചര്യത്തിലാണ് ITഐകളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള പട്ടികജാതി വികസന വകുപ്പ് ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 23 വകുപ്പ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ബഹുജന ധർണ നടത്തുന്നത്. ധർണ MLA K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇത്തരത്തിലുള്ള അനാസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ ഈ 42 ITഐകളും അടുത്ത വർഷത്തോടുകൂടി 43 ITഐകളും അടുത്ത വർഷത്തോടുകൂടി ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും. നമുക്ക് പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ആധുനിക സംവിധാനങ്ങളോടുകൂടി കൊയിലാണ്ടി ബോയ്സ് സ്കൂൾ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയരുന്നു. പദ്ധതി പ്രവർത്തനങ്ങളുടെ ആരംഭമായി എഞ്ചിനീയറിംഗ് വിദഗ്ധർ സ്കൂൾ സന്ദർശിച്ചു. കൊയിലാണ്ടി ബോയ്സ് സ്കൂളിനെ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെ സംഘം സ്കൂൾ സന്ദർശിച്ചു. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രത്യേക ബ്ലോക്കുകളും ഓപ്പൺ എയർ തിയേറ്റർ, മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, നിരീക്ഷണ ഗോപുരം, മൈതാനിയിലേക്ക് ഫ്ളൈ ഓവർ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനുള്ള മാസ്റ്റർ പ്ലാൻ ഒരു മാസത്തിനകം തയ്യാറാക്കും. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സ്കൂളിൽ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 ഏക്കർ 7 സെന്റ് സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ K ദാസൻ MLA, നഗരസഭാ അധ്യക്ഷ K ശാന്ത, PTA ഭാരവാഹികൾ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. സ്കൂളിലെത്തിയ വിദഗ്ധ സംഘവുമായി K ദാസൻ MLA, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് പാലേരി രമേശ്, സെക്രട്ടറി P ഷാജി, പ്രിൻസിപ്പൽമാരായ P വത്സല, U ബിജേഷ്, PTA പ്രസിഡന്റ് UK ചന്ദ്രൻ, എഞ്ചിനീയർമാരായ രോഹൻ ശരത്, ഡോണ എന്നിവർ സന്ദർശനം നടത്തി. കാരപ്പറമ്പ് സുവർണതീരം റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരം പെരുന്നാൾ വരവിനെ മൈലാഞ്ചി ചോപ്പിൽ അണിയിച്ചു. രാജസ്ഥാനി അറേബ്യൻ രീതികളിൽ 10 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പഴയകാല പെരുന്നാൾ അനുഭവങ്ങൾ പുതുക്കാൻ കാരപ്പറമ്പ് സുവർണ തീരം റെസിഡൻസ് അസോസിയേഷൻ മൈലാഞ്ചിടൽ മത്സരം ശ്രദ്ധേയമായി. രാജസ്ഥാനി അറേബ്യൻ രീതികളിൽ 10 പേരാണ് മത്സരത്തിൽ എത്തിയത്. ട്യൂബുകൾ ഉപയോഗിച്ചായിരുന്നു മത്സരം. കൈമുട്ടിൽ നിന്ന് തുടങ്ങി കൈവെള്ള വരെ മൈലാഞ്ചിയുടെ മനോഹര ചിത്രങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തവർ വരച്ചത്. പൂക്കൾ, ശില്പങ്ങൾ എന്നിവയുടെ മാതൃകയിലാണ് മത്സരാർത്ഥികൾ മൈലാഞ്ചി അണിഞ്ഞത്. ജാതിമത ഭേദമന്യേ ആളുകൾ മത്സരത്തിൽ പങ്കാളികളായി. മത്സരത്തിൽ രാജസ്ഥാനി രീതിയിൽ മൈലാഞ്ചി അണിഞ്ഞ റൂബിദ അൻവർ, ശിൽപ S നായർ എന്നിവർ 1ഉം 2ഉം സ്ഥാനം നേടി. അറേബ്യൻ ശൈലി ഉപയോഗിച്ച് ലിയ അഷ്റഫിന് 3ആം സ്ഥാനവും ലഭിച്ചു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസൻ ചാലിക്കര അധ്യക്ഷത വഹിച്ചു. P വിജയൻ സ്വാഗതവും PP മുരളീധരൻ നന്ദിയും പറഞ്ഞു.
ഗാന്ധിജിയെ ഓർക്കുന്നവരും ഓർമ്മിപ്പിക്കുന്നവരും ഗാന്ധിയൻ ജീവിതരീതി മറന്നവരാണെന്ന് മേയർ AK പ്രേമചം. ഖാദി ഗ്രാം എംപോറിയത്തിലെ റംസാൻ ഓണം മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. മേള സെപ്റ്റംബർ 5 വരെ നീണ്ടു നിൽക്കും. കോഴിക്കോട് മിഠായി തെരുവിലെ സർവോദയ സംഘം ഖാദി ഗ്രാം എംപോറിയത്തിൽ റംസാൻ ഓണം ഖാദി മേളയ്ക്ക് തുടക്കം. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് P. ഹരീഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചം മേള ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയെ ഓർക്കുന്നവരും ഓർമ്മിപ്പിക്കുന്നവരും ഗാന്ധി ജീവിത രീതി മറന്നവരാണെന്ന് മേയർ പറഞ്ഞു. പക്ഷേ ഗാന്ധിജിയുടെ പേര് ഓർക്കുന്നവരും ഓർമ്മിപ്പിക്കുന്നവരും തന്നെ ഈ ഒരു തത്വശാസ്ത്രം കൃത്യമായി അദ്ദേഹം ഉദ്ദേശിച്ച രീതി, ആ മഹാത്മാവ് പഠിപ്പിച്ച രീതിയിൽ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അടിവരയിട്ട് പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കോഴിക്കോട് സർവോദയ സംഘം എംപോറിയം മാനേജർ M. പരമേശ്വരൻ, കോർപ്പറേഷൻ കൌൺസിലർ P. കിഷൻചന്ദ്, മാതൃഭൂമി ഡയറക്ടർ PV. ഗംഗാധരൻ, അഡ്വക്കേറ്റ് M. രാജൻ, KF. ജോർജ്, VK. ശ്രീകാന്ത്, ഡോക്ടർ AV. പ്രകാശ്, ജില്ലാ ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് TK. അസീസ് എന്നിവർ സംസാരിച്ചു. ഖാദി ഗ്രാം എംപോറിയം അസിസ്റ്റന്റ് മാനേജർ MK. അനന്തരാമൻ നന്ദി പറഞ്ഞു. മേള ജൂലൈ 21 മുതൽ സെപ്റ്റംബർ 5 വരെ നീണ്ടുനിൽക്കും. ഈ കാലയളവിൽ കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്സ്, സ്പൺ സിൽക്സ്, ഖാദി പോളി വസ്ത്രം എന്നിവയ്ക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഉണ്ടായിരിക്കും. കൂടാതെ മരം, ചൂരൽ, സ്റ്റീൽ തുടങ്ങിയ ഫർണിച്ചറുകൾക്ക് 10% ഡിസ്കൌണ്ട് ഉണ്ടായിരിക്കും. ഇതിനു പുറമെ വർണ്ണപ്പകിട്ടാർന്നതും ഈടുറ്റതുമായ പരവതാനികൾ, റെഡിമെയ്ഡുകൾ, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, ബേക്കറികൾ, തേൻ, എള്ളെണ്ണ തുടങ്ങിയവയുടെ വിൽപ്പനയും ഉണ്ടായിരിക്കും. തൊണ്ടയാട് മെഡിക്കൽ കോളേജ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ 2 ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കുമെന്ന് A. പ്രദീപ് കുമാർ MLA പറഞ്ഞു. തൊണ്ടയാട് മെഡിക്കൽ കോളേജ് റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM സംഘടിപ്പിച്ച PWD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM ടൌൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ച് PWD ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. A. പ്രദീപ് കുമാർ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മഴയ്ക്ക് മുൻപേ തീർക്കേണ്ട പ്രവൃത്തികൾ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കൊണ്ടാണ് നീണ്ടുപോയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മഴക്കാലം വരുന്നു എന്ന് കാണുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ പാച്ച് വർക്കും മറ്റ് റിപ്പയറുകളൊക്കെ തന്നെ നടത്തുന്ന പതിവാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കടുത്ത മഴയായതുകൊണ്ട് ഈ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. ടാറിംഗ് മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോ അത് ചെയ്യുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഴ വരാനിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഈ പ്രവൃത്തി നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു. CPM ഏരിയ സെക്രട്ടറി P. ലക്ഷ്മണൻ, K. മോഹനൻ, അനിൽ, സന്തോഷ്, T. ബാബു, സുരേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ 42ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ജനറൽ കൌൺസിൽ യോഗം ചേർന്നു. CITU സംസ്ഥാന സെക്രട്ടറി K. ചന്ദ്രൻപിള്ള യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ 42ാം വാർഷിക സമ്മേളനം NGO യൂണിയൻ ഹാളിലാണ് ചേർന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനറൽ കൌൺസിൽ യോഗത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി K. ചന്ദ്രൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. മാധ്യമ നിലപാടുകൾ മൂലധന താൽപര്യത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധികളിൽ നിന്നും അവസരമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവണം. ജനതാൽപര്യത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റല്ല മോദി സർക്കാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ ഇരയാണ് ഇൻഷുറൻസ് മേഖലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് എസ്കലേഷൻ എന്നുള്ള ആലങ്കാരിക പ്രയോഗം എന്തിനത് പറഞ്ഞു? ഒപ്പം ഒരു കോമയൊരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്. MH17 അത് നിങ്ങൾക്കറിയാം. MH17 AIEA ജോയിന്റ് സെക്രട്ടറി M. ഗിരിജ, വൈസ് പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ, LIC എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് IK ബിജു, സുകുമാരൻ പുന്നശ്ശേരി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ.
ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. ഷോപ്പിംഗ് ഒരു ഉത്സവമാക്കാം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കാക്കിക്കുള്ളിലും കലാഹൃദയമുണ്ടെന്ന് സിറ്റി ട്രാഫിക് പോലീസ് തെളിയിച്ചു. ഇനി ഇവർ ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നത് സ്വന്തമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം ഉപയോഗിച്ചായിരിക്കും. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പ്രിയ സഹയാത്രികന് എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ടാഗോർ ഹാളിൽ നടന്നു. സാധാരണ ബോധവൽക്കരണ സിനിമകളുടെ സ്വഭാവത്തിലല്ല സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടേതായ കലാമേന്മയും സാങ്കേതികത്വവും അവകാശപ്പെടാവുന്നതാണ് പ്രിയ സഹയാത്രികന് എന്ന ചിത്രം. ഹെലിക്യാം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഉപയോഗിച്ച് 10 ദിവസമെടുത്താണ് അരമണിക്കൂറുള്ള സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രികളുടെ സഹകരണത്തോടെ അപകടത്തിൽപ്പെട്ട രോഗികളുടെ സമ്മതത്തോടെ ചിത്രീകരിച്ച യഥാർത്ഥ ദൃശ്യങ്ങൾ സിനിമയുടെ പ്രത്യേകതയാണ്. ഒരു ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. അതിനിടെ അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡരികിൽ പൊലിയുന്ന ജീവനുകളുമൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നു. നിയമത്തെ ഭയന്നല്ല, സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടിയാണെന്ന ബോധ്യത്തോടെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്ന് ചിത്രം പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രൊജക്ട് ഹെഡ് ട്രാഫിക് സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖാണ്. ലെനിൻ രാജേന്ദ്രൻ, അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവരുടെ സംവിധാന സഹായിയായിരുന്ന സമ്പത്താണ് ചിത്രം സംവിധാനം ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നും സിറ്റി പോലീസ് ഓഫീസിലെ സീനിയർ ക്ലർക്കായ സുധീ കൃഷ്ണനും ചേർന്നാണ് രചന. സുധീ കൃഷ്ണനും രാജേഷ് ജി നാഥും മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മന്ത്രി MK മുനീർ MK രാഘവൻ MP സിനിമയുടെ CD നൽകി ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ടിൽ നിന്ന് സിറ്റി പോലീസിന് ആംബുലൻസ് വാങ്ങാൻ പണം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാൽ, അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയപാതയിൽ കാറിൽ തട്ടിയ ജീപ്പ് മറിഞ്ഞ് യുവതി മരിച്ചു. വടകര കൈനാട്ടി ജംഗ്ഷനിലായിരുന്നു അപകടം. കൂത്തുപറമ്പ് സ്വദേശി റജുലയാണ് മരിച്ചത്. 9 പേർക്ക് പരിക്കേറ്റു. എയർപോർട്ടിൽ നിന്നും മടങ്ങി വരുന്നവരാണ് ജീപ്പിലുണ്ടായിരുന്നത്. കൈനാട്ടി ദേശീയപാതയിൽ ജീപ്പും കാറും കൂട്ടിയിടിച്ച് കൂത്തുപറമ്പ് സ്വദേശിനി മരിച്ചു. ഇവരുടെ 3 മക്കളും ഭർത്താവുമടക്കം 11 പേർക്ക് പരിക്കേറ്റു. ജീപ്പിൽ സഞ്ചരിച്ച കൂത്തുപറമ്പ് 6 മൈൽ കോട്ടാമ്പയിൽ റാഷിഖ് മനസ്സിൽ റജുലയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് കൈനാട്ടി മുട്ടുങ്കൽ KICB ഓഫീസിന് സമീപമായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തേക്ക് പോയ ഇന്നോവ കാറും കൂത്തുപറമ്പിലേക്ക് വരികയായിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. ഒരു ബൈക്കിൽ ഇടിച്ച ശേഷമാണ് ജീപ്പ് കാറിലിടിച്ചത്. ബൈക്ക് യാത്രികരായ 2 പേർക്കും ജീപ്പിലുണ്ടായിരുന്ന 9 പേർക്കുമാണ് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ ജീപ്പ് യാത്രക്കാരനായ റജുലയുടെ മകൻ അജ്മലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റജുലയുടെ മറ്റു മക്കളായ ഷർഫാന, സിയ, ഭർത്താവ് ഇരിക്കൂർ ആയിപ്പുഴ സ്വദേശി CC മുജീബ്, റുഖിയ, ആബിദ്, ഹസീബ്, ബൈക്ക് യാത്രികരായ പയ്യോളി ആവിക്കിൽ സിദ്ദിഖ്, ഷർജിന എന്നിവരെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇബ്രാഹിം, റുഖിയ ദമ്പതികളുടെ മകളാണ് മരിച്ച റജുല. ഗൾഫിൽ നിന്ന് വരികയായിരുന്ന റജുലയുടെ സഹോദരിയെ സ്വീകരിക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു ജീപ്പിലുണ്ടായിരുന്നവർ. റജുലയുടെ ഭർത്താവ് മുജീബായിരുന്നു ജീപ്പ് ഓടിച്ചിരുന്നത്. അസുഖബാധിതനായി മരണപ്പെട്ട കോട്ടപ്പറമ്പത്ത് അനിൽകുമാറിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി നാട്ടുകാർ. 4 ലക്ഷം രൂപയാണ് നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ട് അനിൽകുമാറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകിയത്. അസുഖബാധിതനായി മരണപ്പെട്ട കോട്ടപ്പറമ്പ് അനിൽകുമാറിന്റെ കുടുംബത്തിനുള്ള സഹായധനം വിതരണം ചെയ്തു. ഭാര്യയും 2 പെൺകുട്ടികളുമുള്ള കുടുംബത്തിന് നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ് ധനസഹായം ലഭ്യമായത്. 4 ലക്ഷം രൂപയാണ് കൈമാറിയത്. കമ്മിറ്റി ചെയർമാൻ M മണി അധ്യക്ഷനായിരുന്നു. വാർഡ് കൌൺസിലർ മഞ്ജു ചന്ദ്രൻ ഫണ്ട് കൈമാറി. SB അക്കൌണ്ട് കൈമാറ്റം മുൻ മേയർ M ഭാസ്കരൻ നിർവഹിച്ചു. കൺവീനർ K ശശിധരൻ സ്വാഗതവും L അജിത് നന്ദിയും പറഞ്ഞു. ക്വാറി മേഖല വൻകിടക്കാർക്ക് പതിച്ചു നൽകി ചെറുകിട ക്വാറികളുടെ പെർമിറ്റ് റദ്ദാക്കൽ നടപടി തുടങ്ങിയതായി മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. ഇത് വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുമെന്നത് മാത്രമല്ല, കരിങ്കൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുത്തനെ വർദ്ധിക്കാൻ കാരണമാകുമെന്നും ചെറുകിട ക്വാറി അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. നമ്പർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ ഓർഡറിന്റെ നമ്പർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
മറ്റ് പത്രങ്ങൾ വാർത്ത സംസ്കരിക്കേണ്ടത്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ ചില പത്രമാധ്യമങ്ങൾ മാത്രം ആ NGT ഓർഡറുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ വർഷവും കർശന നിയന്ത്രണ വിധേയമായി പുതുക്കി നൽകുന്ന പരിസ്ഥിതി സൌഹാർദ്ദമായ ഷോർട്ട് ടേം പെർമിറ്റ് ക്വാറികളാണ് നിലനിർത്തേണ്ടത്. 12 വർഷ കാലാവധിയിൽ നൽകുന്ന ലീസ് ക്വാറികളാണ് വൻതോതിൽ പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്നത്. 10% വരുന്ന ഇത്തരക്കാരുടെ വൻതോതിലുള്ള ഖനനമാണ് ക്വാറി മേഖല പരക്കെ ആക്ഷേപങ്ങളും പരാതികളും കേൾക്കാൻ ഇടയാക്കിയത്. ഇത്തരം ക്വാറികൾക്ക് റോയൽറ്റിയിൽ ഇളവ് നൽകുന്ന RMCU സമ്പ്രദായം ഒഴിവാക്കി ഖനനത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് റോയൽറ്റി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്നും മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തി വിദേശ മൂലധന ശക്തികൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ 42ാം സമ്മേളനം ആവശ്യപ്പെട്ടു. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തി വിദേശ മൂലധന ശക്തികൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ 42ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പരിധി 26% നിന്ന് 49% ആക്കുകയാണ്. ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയിൽ സമ്മേളനം പ്രതിഷേധിച്ചു. ഇതിനെതിരെ പ്രതിഷേധമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് AK ബിജു അധ്യക്ഷനായി. AIIEA ജനറൽ സെക്രട്ടറി V രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. M ഗിരിജ, M കുഞ്ഞികൃഷ്ണൻ, M മുരളീധരൻ, അബ്ദുൽ നാസർ, ജയരാജൻ, M മനോജ്, C നാരായണൻ, PN സുധാകരൻ, N ഗിരീശൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ലോകവ്യാപകമായി നടത്തുന്ന അന്ധതാ നിവാരണ പദ്ധതിയുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ പരിധിയിലും പന്തലായനി ബ്ലോക്കിന്റെ കീഴിലുമുള്ള മുഴുവൻ സ്കൂളുകളിലെയും 15 വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളുടെ കണ്ണ് പരിശോധിച്ച് കണ്ണട വിതരണം ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി കൊയിലാണ്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അന്ധതാ നിവാരണ പരിപാടികളും സൌജന്യ കണ്ണട വിതരണവും നൽകുന്നതാണ്. ആദ്യഘട്ടമായി കുട്ടികളുടെ കാഴ്ചവൈകല്യം പരിശോധിക്കാൻ അധ്യാപകർക്ക് നേത്രവിദഗ്ധരുടെ പരിശീലന പരിപാടി ജൂലൈ 25-ന് 2 മണിക്ക് പന്തലായനി BRC ഹാളിൽ നടക്കും. വൈകല്യമുള്ള കുട്ടികളെ സെപ്റ്റംബർ ആദ്യവാരത്തിൽ വിദഗ്ധ നേത്ര ഡോക്ടർമാർ പരിശോധിക്കും. കണ്ണടയടക്കം ആവശ്യമായ ചികിത്സകളും സൌജന്യമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് K സുരേഷ് ബാബു, സെക്രട്ടറി അഡ്വക്കേറ്റ് രജിത് ശ്രീധർ, OK രാമൻകുട്ടി, E ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വരുന്ന കർക്കിടകം വാവുബലി തർപ്പണം ജൂലൈ 26 ശനിയാഴ്ച പുലർച്ചെ 4:30 മുതൽ ആരംഭിക്കുമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് പറഞ്ഞു. വെള്ളിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടെ ബലിനോൽമ്പ് പൂർത്തീകരിക്കണം. ഗുരുവായൂർ മഹാക്ഷേത്രത്തിലും ശബരിമല ശ്രീധർമ്മ ക്ഷേത്രത്തിലും ആചാരാനുഷ്ഠാനങ്ങൾ നോക്കാതെ ചെയ്തുപോരുന്ന കർമ്മങ്ങളും സാമ്പത്തിക നഷ്ടം വരുത്തുന്ന നവീകരണ പ്രവൃത്തികളും ദേവന്റെ അപ്രീതിക്ക് കാരണമായി ഭവിക്കും. ദേവസ്വം, മറ്റിതര ഹൈന്ദവ സമുദായങ്ങൾ എന്നിവ ഉണ്ടായിട്ടും NSSും SNDPക്കും മാത്രം പല കമ്മിറ്റികളിലും നിയമനങ്ങൾ നൽകുന്നത് ഖേദകരമാണ്. പവിത്രമായ ജ്യോതിഷത്തിന്റെ പേരിൽ ശഹറെന്നും ജിന്നുബാധയെന്നും പ്രേതബാധയെന്നും മന്ത്രവാദമെന്നും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വിശ്വാസി കപടരെ കണ്ടറിഞ്ഞ് ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും ജ്യോതിശാസ്ത്ര പരിഷത്ത് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന കളത്തിൽ വേണുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നടേരി ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം U രാജീവൻ, PT സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് K വിജയൻ, P രത്നവല്ലി, VV സുധാകരൻ, VP ഭാസ്കരൻ, രാജേഷ് കീഴരിയൂർ, അഡ്വക്കേറ്റ് NP നിതീഷ്, CP മോഹനൻ, അൻസാർ കൊല്ലം, MK മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കപ്പൽപ്പൊളിശാലകൾ ഏറ്റവും വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കപ്പൽപ്പൊളി വിരുദ്ധ സമിതി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തി വിദേശ മൂലധന ശക്തികൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. TP വധക്കേസിലെ പ്രതികളെ ഒളിപ്പിച്ച പോലെയാണ് CPM ചെയറോഡ് ബാങ്കിലെ അഴിമതിക്കാരായ ജീവനക്കാരെ സംരക്ഷിക്കുന്നതെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N വേണു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.